ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ തിയറി പാർട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു അത്. അപ്പോൾ അതിൽ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നല്ലോ, കുറച്ച് കണ്ടന്റ് ഉണ്ട്, നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതായ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പഠിക്കാൻ എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നിങ്ങൾ +1 പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ സിമ്പിൾ ആയിരുന്നു. അതിനകത്ത് ഓരോ ആംഗിളിന് വരുന്ന വാല്യൂസ് ഉണ്ട്, ഒരു ടേബിൾ നിങ്ങൾക്ക് +1 ടെക്സ്റ്റിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ തിയറി പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ അത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തുനിന്ന് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് എക്സസൈസ്, ആകെ 2 എക്സസൈസ് സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉള്ളൂ. അപ്പൊ അതിൽ ഫസ്റ്റ് എക്സസൈസിന്റെ ആൻസർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ 1, 2, 3 അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഞാനിത് സബ് ക്വസ്റ്റ്യൻ ആക്കിയതാണ്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സബ് ക്വസ്റ്റ്യൻ ആക്കിയതാണ്. അപ്പൊ ഇത് കാണുമ്പം മനസ്സിലാവാത്ത പോലെ തോന്നും, പക്ഷെ ടെക്സ്റ്റ് എടുത്ത് നോക്കുക, സെയിം പ്രോബ്ലം തന്നെയാണ് അതിലും കിടക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് സൈൻ, കോസ്, ടാൻ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അവരിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇൻവേഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ തിയറി പാർട്ടിൽ നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഏതാണ് കോസ്, സീക്ക്, കോട്ട് ഇത്രയും കാര്യങ്ങൾക്ക് നെഗറ്റീവ് വന്ന് എന്ത് ചെയ്യണം എന്നൊരു ഇക്വേഷൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. സൈനും ടാനും കൊസീക്കും ഏകദേശം ഒരുപോലെ, പിന്നെ ഏതായിരുന്നു കോസ്, സീക്ക്, കോട്ട് ഇവർ മൂന്നരും ഒരുപോലെ. നമുക്കിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസ് ആയിരുന്നു അവിടെ നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഇതിൽ സൈൻ ഇൻവേഴ്സ് -1/2 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് -1/2. ഫസ്റ്റ് വൺ സൈൻ ഇൻവേഴ്സ് -1/2 ആണ്. അപ്പോ ഈ സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇന്റർവെൽ. അന്നോർത്തെടുത്ത ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 +π/2. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞത്. അപ്പൊ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിക്കുന്ന ആംഗിൾ. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ്, ആ ഒരു ആംഗിൾ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതായത് ഈ വാല്യൂ വരുന്ന ആംഗിൾ ഏതാണോ അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആംഗിൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് എന്ന് നമ്മളൊന്ന് ഉറപ്പിക്കണം. ഓക്കെ, അപ്പൊ സൈനിന് 1/2 വാല്യൂ വരുന്ന ആംഗിൾ ഏതാണ്? സൈനിന് 1/2 വാല്യൂ വരുന്ന ആ ടേബിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൈനിന് 1/2 വാല്യൂ വരുന്നത് 30 ഡിഗ്രിയിലായിരുന്നു. അപ്പൊ അതിന്റെ റേഡിയൻ ഫോം എന്താണ്? π/6. അപ്പൊ നമ്മുടെ ആൻസർ π/6 ആണ്. പിന്നെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തണം. അതായത് ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇപ്പൊ നെഗറ്റീവ് വരുന്ന എല്ലാ വാല്യൂവിനും അതിൽ സൈൻ, ടാൻ, കൊസേക്ക് ഈ 3 പേരെയും എന്ത് ചെയ്യണമെന്നായിരുന്നു ഞാൻ തിയറി പാർട്ടിൽ പറഞ്ഞത്. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് ആംഗിൾ കണ്ടുപിടിക്കുക, അതിന് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് ആംഗിൾ? π/6 അല്ലെ, 30 ഡിഗ്രി π/6. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നെഗറ്റീവ് വാല്യൂവിന് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് കൂടി ഇട്ട് കൊടുക്കുക. ആൻഡ് ബിലോങ്സ് ടു ഏത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? ഇവരുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? -π/2 +π/2. സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അതായിരുന്നു. അപ്പൊ ഇത് ഈ നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് എന്നൊന്ന് ഫൈനലി ഉറപ്പുവരുത്തുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് √3/2. ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ഒന്നുമല്ല, പെട്ടെന്ന് ആൻസർ കിട്ടും. നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കോസിന് എവിടെയാണ് √3/2 കിട്ടുന്നത്? √3/2 വാല്യൂ കോസിന് എവിടെയാണ് വരുന്നത്? കോസിന്റെ 30 ഡിഗ്രിയിലാണ് √3/2 വാല്യൂ വരുന്നത്. സൈനിന്റെ 60 ഡിഗ്രിയിലും സെയിം വാല്യൂ ആണല്ലോ. സൈനിന് 60 ഡിഗ്രിയിലും കോസിന് 30 ഡിഗ്രിയിലും ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് π/6 ആണ്. ഇവിടെ നെഗറ്റീവ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് എഴുതാം. ആൻഡ് കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്തായിരുന്നു? ക്ലോസ്ഡ് ഇന്റർവൽ 0π. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്നതാണ് എന്നും കൂടെ നമ്മളൊന്ന് ഉറപ്പുവരുത്തണം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, cosec inverse 2
ഇതായിരുന്നു. അപ്പൊ ഈ കൊസീക് ഇൻവേഴ്സ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ സൈനിന്റെ വാല്യൂ സൈൻ കോസ് ടാൻ ആണ് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പം. അപ്പൊ അതുകൊണ്ട് സൈൻ വെച്ചിട്ട് നമുക്ക് പറയാം. കൊസീക് ഇൻവേഴ്സ് 2 എന്ന് പറയുമ്പോൾ സൈനിന്റെ വാല്യൂ എന്തായിരിക്കും 1/2 ആയിരിക്കും അല്ലെ. അപ്പൊ സൈനിന്റെ വാല്യൂ 1/2 വരുന്ന ആംഗിൾ ഏതാണ് 30 ഡിഗ്രി. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇവിടെ 1/2 വന്നപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇറ്റ് ഇസ് 30 ഡിഗ്രി ആൻഡ് റേഡിയൻ ഫോം എന്ന് പറഞ്ഞാൽ π/6 ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വല്ലതും ഉണ്ടോ? നെഗറ്റീവ് ഒന്നും ഇല്ല, വി ആർ സേഫ്. അപ്പൊ നമുക്ക് π/6 ആണ് കേട്ടോ. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/6, π/2 അല്ല, π/6 ആൻഡ് വിച്ച് ബിലോങ്സ് ടു ഈ കൊസീക്കിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്തായിരുന്നു? കൊസീക്കിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പറഞ്ഞേ -π/2 പ്ലസ് π/2 ഇതായിരുന്നു നമ്മുടെ കൊസീക്കിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വെച്ചാൽ. അപ്പൊ ഇതിൽ ഉൾപ്പെടുന്നതാണല്ലോ π/6. ഓക്കെ, ഫൈനലി നമ്മൾ അതും കണ്ടുപിടിച്ചു. അപ്പൊ ഇത് മൂന്നും ക്ലിയർ ആയല്ലോ അല്ലെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത 3 ഞാൻ 3 പേരെ വീതം ഗ്രൂപ്പ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പിന്നെ പറയണ എക്സസൈസ് ക്വസ്റ്റ്യനിൽ ഇത് 1 2 3 എക്സെട്ര അങ്ങനെ കണ്ടിന്യൂസ് നമ്പർ ഇട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് എല്ലാം ഒരേ ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാനിത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ടാൻ ഇൻവേഴ്സ് -√3. അപ്പൊ ടാനും ഞാൻ പറഞ്ഞു സൈൻ, ടാൻ, കൊസീക് ഇവരുടെ 3 പ്രത്യേകത നെഗറ്റീവ് വന്നാൽ നമ്മുടെ ആംഗിളിൽ കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -√3. അപ്പൊ ടാനിന് √3 വാല്യൂ വരുന്നത് എവിടെയാണ്? 60 ഡിഗ്രിയിലാണ് ടാൻ √3 വാല്യൂ വരുന്നത്. 60 ഡിഗ്രി എന്ന് വെച്ചാൽ അതിന്റെ റേഡിയൻ ഫോം എന്ന് പറഞ്ഞാൽ π/3 ആണ്. π/3 ആൻഡ് ആംഗിളിന് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇവിടെയും ഒരു നെഗറ്റീവ് കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ടാനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓപ്പൺ ഇന്റർവൽ -π/2 പോസിറ്റീവ് π/2 ഇതായിരുന്നു. അപ്പൊ ഇവിടെ തന്നെയാണ് ഇത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തോ. കറക്റ്റ് ആണല്ലോ അല്ലെ. ഇനി അടുത്തത് കോസിൻ്റെത്. ഇവിടെയാണ് നമ്മൾ ആ ഇക്വേഷന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കോസിന് 1/2 വരുന്ന ആംഗിൾ നിങ്ങൾക്ക് അറിയാം. എവിടെയാണ് കോസിന് 1/2 വരുന്നത്? കോസിന് 1/2 വരുന്നത് 60 ഡിഗ്രിയിലാണ് അല്ലെ. സൈനിന് 1/2 വരുന്നത് 30 ഡിഗ്രിയിലും കോസിന് 1/2 വരുന്നത് 60 ഡിഗ്രിയിലുമാണ്. അപ്പൊ ഇത് 60 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ, അതായത് π/3. പക്ഷേ ഇവിടെ നെഗറ്റീവ് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? π - π/3 ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? π - π/3. അപ്പൊ ഈ നെഗറ്റീവ് വരുമ്പോൾ π മൈനസ് ചെയ്യേണ്ട 3 ആംഗിൾസ് ആണുള്ളത്. ഒന്ന് കോസ്, പിന്നെ ഒന്ന് കോട്ട്, പിന്നെ സീക്ക്. ഈ 3 ആംഗിൾസിന് നമ്മൾ π മൈനസ് കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മുടെ 1/2 കോസിന് 1/2 വരുന്ന ആംഗിൾ π/3 ആണ്. പക്ഷെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമ്മൾ π മൈനസ് കൂടെ കൊടുക്കും. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 2π/3 എന്നാണ് ആൻസർ വരുന്നത്. വിച്ച് ബിലോങ്സ് ടു കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? 0π, ക്ലോസ്ഡ് ഇന്റർവൽ 0π. 0π ക്ലോസ്ഡ് ഇന്റർവൽ 0πയിൽ ഉൾപ്പെടുന്നതല്ലേ ഇത്. അതായത് ക്ലോസ്ഡ് ഇന്റർവൽ 0π എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ക്വാഡ്രന്റ്സ്, ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും. അപ്പൊ ഈ ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റ് വരുന്ന ആംഗിൾ ആണ്. അപ്പൊ ഇത് ഓക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് 1. അപ്പൊ അവിടെ നെഗറ്റീവ് ഒന്നും ഇല്ല, വി ആർ സേഫ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ ടാനിന് 1 വരുന്ന വാല്യൂ ഏതാണ്? π/4. അപ്പൊ അതിന്റെ ആൻസർ π/4 ആണ്. വിച്ച് ബിലോങ്സ് ടു ടാനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, -π/2 പോസിറ്റീവ് π/2. ഓക്കെ, ഫൈനലി ഇവരെ 3 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ലാസ്റ്റ് ഒരു സീക്ക്, കോട്ട്, കോസ്, കൊസേക്ക് ഇത്രേ കൂടെ ഉള്ളൂ. അപ്പൊ സീക്ക് ഇൻവേഴ്സ് 2/√3. അപ്പൊ സീക്ക് വന്നപ്പോ പിന്നെയും നമുക്ക് കോസ് ഓർക്കാനാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ളത്. അപ്പൊ സീക്ക് 2/√3 ആണെങ്കിൽ കോസ് എന്തായിരിക്കും? √3/2. അപ്പൊ കോസ് √3/2 വരുന്നത് ഏത് ആംഗിളിലാണ്? കോസിന് √3/2 വാല്യൂ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കോസിന് √3/2. സൈനിന് എവിടെയാണ്? 60 ഡിഗ്രിയിൽ. അപ്പൊ അങ്ങനെയാണ് കോസിന് എവിടെയായിരിക്കും √3/2 വരുന്നത്? 30 ഡിഗ്രിയിലായിരിക്കും √3/2 വരുന്നത്. 30 ഡിഗ്രി എന്ന് വെച്ചാൽ ആൻസർ എന്താണ്? π/6. നെഗറ്റീവ് ഒന്നും ഇല്ലല്ലോ, നെഗറ്റീവ് ഒന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ ഇതിനകത്ത് എന്താണ് ഉള്ളത്? ബിലോങ്സ് ടു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് 0π - π/2. അപ്പൊ ഇതാണ് സീക്കിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പം ഈ -π/2 ഒക്കെ കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ, കോസിന്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ടാണ്. കോസ് π/2 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ π/2 എക്സെപ്റ്റ് ചെയ്ത് കളയുന്നത്. നെക്സ്റ്റ് കോട്ടിൻ്റെത്. ഓക്കെ, കോട്ടിന് √3 വരുന്നത് എവിടെയാണ്?
അപ്പോൾ കോട്ട് ഓർക്കുന്നതിനേക്കാളും ടാൻ ഓർക്കുന്ന കുറച്ചുകൂടെ നല്ലത്. അപ്പൊ ടാനിന് √3 വരുന്നത് എവിടെയാണ്? 60 ഡിഗ്രിയിലാണ് ടാനിന് √3 വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇവിടെ കോട്ടിന് √3 ആയതുകൊണ്ട് ടാനിന്റെ വാല്യൂ എന്തായിരിക്കും? 1/√3 ആയിരിക്കും അല്ലെ. ഈ 1/√3 ടാനിന് 1/√3 വരുന്നത് എവിടെയാണ്? 30 ഡിഗ്രിയിലാണ് ടാനിന് 1/√3 വരുന്നത്. 30 ഡിഗ്രി എന്ന് വെച്ചാൽ π/6. അഗെയിൻ π/6 ആണ് ഇവിടെയും വരുന്ന വാല്യൂ. അപ്പോൾ π/6 ആണ് ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് എഴുതാൻ പോകുന്നത്. നെഗറ്റീവ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, π/6 തന്നെ ആൻസർ എഴുതുക. ബിലോങ്സ് ടു കോട്ടിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? ഓപ്പൺ ഇന്റർവൽ 0π ആണ് കോട്ടിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഓപ്പൺ ഇന്റർവൽ 0π. അപ്പൊ അതിൽ ഉൾപ്പെടുന്നതാണ് എന്നും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് കോസിന്റെ -1/√2. അപ്പൊ ഈ 1/√2 കോസിന് വരുന്നത് π/4 ആണ് ആംഗിൾ. π/4 ആണ്. നെഗറ്റീവ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? π - π/4 ചെയ്യുക. π - π/4. ആൻസർ വരുന്നത് 3π/4 എന്നാണ്. ആൻഡ് വിച്ച് ബിലോങ്സ് ടു ദ കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇപ്പൊ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു ക്ലോസ്ഡ് ഇന്റർവൽ 0π ആണ്. ആൻഡ് ഫൈനലി കൊസീക് ഇൻവേഴ്സ് -√. അപ്പൊ ഈ കൊസീക്കിന് √2 വരുന്ന വാല്യൂ അതാണ്. അതായത് സൈനിന് 1/√2 വരണം. അപ്പൊ സൈനിന് 1/√2 വരുന്ന എവിടെയാണ്? എഗെയിൻ നേരത്തെ നമ്മളിപ്പോ കോസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സൈനിന് 1/√2 വരുന്നത് π/4ലാണ്. കോസിനും സൈനിനും സെയിം വാല്യൂ ആണ്. π/4 വരുന്നത് 1/√2. സോ ഈ നമ്മുടെ സൈനിന് 1/√2 വരിക എന്ന് വെച്ചാൽ എന്താ? കൊസീക്കിന് √2 വരിക എന്നാണ് മീനിങ്. അപ്പൊ സൈനിന് 1/√2 വരുന്നത് π/4ലാണ്. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ആ നെഗറ്റീവും കൂടെ ഒന്ന് π/4 ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്തായിരുന്നു? ബിലോങ്സ് ടു -π/2 + π/2 മൈനസ് പിന്നെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്തായിരുന്നു? -π/2 + π/2. എന്നിട്ട് ഒരു എക്സെപ്ഷൻ ഉണ്ടല്ലോ, സൈൻ 0 ആകുന്നത് എവിടെയാണ്? -π/2 + π/2 ആൻഡ് സൈൻ 0 ആയതുകൊണ്ട് ആ 0നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. അപ്പൊ അതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പൊ ഓരോ വാല്യൂ എഴുതുമ്പോഴും നിങ്ങൾ ബിലോങ്സ് ടു ദാറ്റ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് എഴുതുക. അപ്പോൾ നിങ്ങളത് അഥവാ എഴുതി തെറ്റിക്കുവാണെങ്കിലും ആ ബിലോങ്സ് ടു എഴുതുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുന്നതല്ലല്ലോ എന്ന് ഓർക്കും. അങ്ങനെ വരാൻ യാതൊരു ചാൻസും ഇല്ല. നമുക്കിപ്പോ എല്ലാ ഇക്വേഷനും അറിയാം. നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യണം, പോസിറ്റീവ് വന്നാൽ എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ഒരു തെറ്റാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി തെറ്റാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ നമ്മുടെ +1 ആ ടേബിൾ പഠിച്ചിട്ടില്ലെങ്കിൽ, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അത് പോയി ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. അതായത് ഓരോ ആംഗിളിനും കറസ്പോണ്ടിങ് വാല്യൂ വരുന്ന എവിടെയാണ്, നമ്മൾ ഇത് തിരിച്ചാണ് ഇവിടെ ആലോചിക്കുന്നത്. അതായത് വാല്യൂ വെച്ചിട്ടാണ് ആംഗിൾ ആലോചിക്കുന്നത്. അപ്പൊ അത്രയും ഡീപ്പായിട്ട് അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. ഇതും ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഞാനിത് ഓരോന്നുമായിട്ട് എഴുതിയത് കൊണ്ടാണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് എന്ന് എഴുതി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഓരോന്നിന്റെ വാല്യൂ നമുക്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ടാൻ ഇൻവേഴ്സ് 1 പോസിറ്റീവ് ആണ്. അപ്പൊ വാല്യൂ എന്തായിരിക്കും? π/4. ഓക്കെ, ഇനി കോസ് ഇൻവേഴ്സ്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിന്റെ ഒപ്പം നിങ്ങൾ എഴുതി പോകണം കേട്ടോ, തെറ്റാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇപ്പൊ എഴുതുന്നില്ല, ഇതൊരു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ് ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എഴുതുന്നില്ല. എല്ലാത്തിന്റെയും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി റെഫർ ചെയ്തേക്കുക. കോസ് ഇൻവേഴ്സ് -1/2. അപ്പൊ കോസിന് 1/2 വരുന്ന വാല്യൂ ഏതാണ്? 60 ഡിഗ്രിയിലാണ് കോസിന് 1/2 വരുന്നത്. സൈനിന് 30 ഡിഗ്രിയിലും കോസിന് 60 ഡിഗ്രിയിലുമാണ്. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ വാല്യൂ ഏതാണ്? π/3 ആണ്. പക്ഷെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് π - π/3 ചെയ്യാം. π - π/3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2π/3. ആൻഡ് ഫൈനലി സൈൻ ഇൻവേഴ്സ് -1/2. സൈൻ ഇൻവേഴ്സ് -1/2. അപ്പൊ സൈനിന് 1/2 വരുന്ന വാല്യൂ ഏതാണ്? സൈനിന് 1/2 വരുന്ന വാല്യൂ 1/2 വരിക എന്ന് വെച്ചാൽ
30 ഡിഗ്രിയിലാണ് സൈനിന് 1/2 വരുന്നത്. ആലോചിച്ച് നോക്കുക, സൈൻ എവിടെയാ, സൈനിനും കോസിന്റെ വാല്യൂ ഒന്ന് അടുപ്പിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ സൈനും കോസും കൂടെ നിങ്ങൾ ഒരുമിച്ച് പഠിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഈ സൈൻ പറയുമ്പോൾ തന്നെ ഞാൻ കോസ് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ സൈനിന് 1/2 വരുന്നതും കോസിന് √3/2 വരുന്നത് എവിടെയാണ്? π/3, π/6ലാണ്. അതായത് 30 ഡിഗ്രിയിലാണ് സൈനിന് 1/2, കോസിന് √3/2 വരുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ π/6, 30 ഡിഗ്രി കേട്ടോ. π/6ലാണ്. നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ആ നെഗറ്റീവും കൂടി ഇവിടെ വരും. അത്രയാണ് നമ്മളുടെ ഫൈനലി വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാൻ പോവാണ്. അതെ, tan ഇൻവേഴ്സ് 1, അപ്പൊ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. tan ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 2π/3 ആൻഡ് സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ -π/6. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഇട്ടാൽ പോരാ, നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടണം, ഒരു സിംഗിൾ ടൈം ആയിട്ട് കിട്ടണം. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ഇതിന്റെ LCM ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ LCM 4, 3, 6ന്റെ LCM 12 ആണ്. അപ്പൊ 12 ആക്കുക, അതായത് ഡിനോമിനേറ്റർ കംപ്ലീറ്റ് അങ്ങ് 12 ആക്കുക. 12 ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ ഫ്രാക്ഷനിൽ 4 12 ആകാൻ എത്ര വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 വെച്ചിട്ട്. അതേ 3 വെച്ചിട്ട് ആ പൈനെ മൾട്ടിപ്ലൈ 3π പ്ലസ് ഈ 3 എന്ന് പറയുന്നത് 12 ആകാനായിട്ട് നമ്മൾ 4 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതേ 4 വെച്ച് 2πനെ മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് ഈ 6 12 ആകാനായിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 2 വെച്ച് തന്നെ നമ്മൾ പൈനെ ചെയ്യണം. അപ്പൊ എന്ത് വരും? 11π - 2π/12, അതായത് 9π/12. ഇപ്പൊ 3 എത്ര ടൈംസ്? 3 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. 3 വെച്ച് 9നെ കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടും, 12നെ കട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു 3π/4. ആൻസർ എന്ന് പറഞ്ഞാൽ 3π/4 ആണ്. ഇങ്ങനെ കിട്ടിയെന്നൊക്കെ മനസ്സിലായല്ലോ അല്ലെ? ഇപ്പൊ ഇവിടെ നെഗറ്റീവ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ ആ നെഗറ്റീവ് ഉൾപ്പെടെ വേണം എടുത്ത് എഴുതാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കറക്റ്റ് ആക്കിയാലും ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഫൈനൽ ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. ശ്രദ്ധിച്ച് ചെയ്യുക, നെഗറ്റീവ് ഒക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ ഇടുക. ഓക്കെ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റൻ ആണ്. കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. അപ്പൊ നമുക്ക് ആദ്യം ഓരോ വാല്യൂസ് ആയിട്ട് കണ്ടുപിടിച്ച് നോക്കാം. കോസ് ഇൻവേഴ്സ് 1/2. കോസ് ഇൻവേഴ്സ് 1/2 എന്താണ്? കോസിന് 1/2 വാല്യൂ വരുന്നത് എവിടെയാണ്? കോസിന് 1/2 വാല്യൂ വരുന്നത് 60 ഡിഗ്രിയിലാണ്. അതായത് സൈനിന് 1/2 വാല്യൂ വരുന്നത് 30 ഡിഗ്രിയിലും കോസിന് 1/2 വാല്യൂ വരുന്നത് 60 ഡിഗ്രിയിലാണ്. ഇവിടെ നെഗറ്റീവ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/3. ആൻഡ് സൈൻ ഇൻവേഴ്സ് 1/2. സൈനിന് 1/2 വരുന്നത് എവിടെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, കോസിന് 60 ഡിഗ്രിയിലും സൈനിന് 30 ഡിഗ്രിയിലാണ് 1/2 വരുന്നത്. 30 ഡിഗ്രി എന്ന് വെച്ചാൽ π/6. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വെച്ചാൽ π/3 പ്ലസ് 2 ഇൻറ്റു, ഇവിടെ 2 കോൺസ്റ്റന്റ് ഉണ്ട് കേട്ടോ, 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2, അതായത് π/6. കട്ട് ചെയ്യുക. ഫൈനലി π/3 പ്ലസ് π/3. കാരണം ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ ന്യൂമറേറ്റർ മാത്രം ഒന്ന് ആഡ് ചെയ്ത് എടുത്താൽ മതി. π പ്ലസ് π എന്ന് പറഞ്ഞാൽ 2π വരും, 2π/3. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇവിടെ നെഗറ്റീവ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോയി ഇക്വേഷനിൽ പോയിട്ട് ഇട്ട് കൊടുക്കാൻ നേരത്ത് ഇതുപോലെ കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മറന്നു പോകരുത്, പ്രത്യേകം ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇതൊരു MCQ ടൈപ്പ് ആണ്. കണ്ടോ, ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോൾ ഈ ഇക്വേഷൻ ഏതാണ് എന്നോർത്തിട്ട് തെറ്റിക്കരുത്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്നാണ് തന്നിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ ഈ വൈയുടെ റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വൈ? സൈൻ ഇൻവേഴ്സ് എക്സ്. അതായത് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്താണോ അത് തന്നെ ആയിരിക്കും വൈയുടെ റേഞ്ച്. സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? അത് തന്നെയാണ് വൈയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്താണ്? അത് തന്നെ വൈയുടെ റേഞ്ച്. സോ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് നമുക്കറിയാം. അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? എന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇത് രണ്ടും തമ്മിൽ, ബിയും സിയും തമ്മിൽ
എന്തായാലും എയും ബിയും അല്ല, ഉറപ്പായിട്ടും അല്ല, സൈനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തതാണ്. അപ്പൊ ബിയും ഡിയും നോക്കുക, ബിയും ഡിയും. ഈ ബിയും ഡിയും നോക്കാൻ നേരത്ത് രണ്ടും ആണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷേ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എഴുതുന്നത്, സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? -π/2 +π/2. പക്ഷേ ഇവിടെ നോക്കിയേ ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്, ഓപ്പൺ ഇന്റർവെൽ അല്ല. ഇത് ഓപ്പൺ ഇന്റർവെൽ നൊട്ടേഷൻ ആണ്. ഓപ്പൺ ഇന്റർവെൽ നൊട്ടേഷൻ ആണ്. ഇതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ നൊട്ടേഷൻ വരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടോ, ആ ഈക്വൽ ടു സൈനും കൂടെ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ വരുന്നത്. സോ ആൻസർ ഈസ് ബി. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് MCQ ആണ്, പക്ഷെ നമ്മൾ ചെയ്ത് നോക്കണം. നേരത്തെ പോലെ ഓർത്തിരുന്ന് എഴുതാൻ പറ്റിയല്ലോ. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, ടാൻ ഇൻവേഴ്സ് √3. എന്താ ടാൻ ഇൻവേഴ്സ് √3? ടാനിന് √3 വരുന്ന ആംഗിൾ ഏതാണ്? ടാൻ √3 വരുന്ന നിങ്ങൾക്ക് അറിയാം ഏതാണ് ആംഗിൾ എന്ന് ആലോചിച്ച് പറഞ്ഞേ. 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി റേഡിയൻ ഫോമിൽ പറയുമ്പോൾ എന്താ പറയും? π/3. ഇനി അടുത്തത് സീക്ക് ഇൻവേഴ്സ്, വെറും 2 അല്ല, -2 ആണ്. സീക്ക് ഇൻവേഴ്സ് -2. സീക്ക് ഇൻവേഴ്സ് -2 എന്ന് വെച്ചാൽ സീക്ക് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് പാടാണല്ലേ. അതുപോലെ നിങ്ങൾക്ക് കോസ് ഓർക്കാം. സീക്കിന്റെ റെസിപ്രോക്കൽ ആണ് കോസ്. അപ്പം സീക്ക് √2 ആണെങ്കിൽ കോസ് എന്തായിരിക്കും? 1/√2 ആയിരിക്കും അല്ലെ. അപ്പൊ കോസ് 1/√, സീക്ക് 2 ആണ്, √2 അല്ല, 2 ആണ്. സീക്ക് 2 ആണെങ്കിൽ കോസ് 1/2 ആയിരിക്കും. കോസ് 1/2 വരുന്ന ആംഗിൾ ഏതാണ്? കുറച്ചും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. കോസ് 1/2 വരുന്നത് എവിടെയാണ്? 30 ഡിഗ്രി ആണോ 60 ഡിഗ്രി ആണോ? കോസ് 1/2 വരുന്നത് 30 ഡിഗ്രിയിലാണോ 60 ഡിഗ്രിയിലാണോ? സൈൻ 1/2 വരുന്നത് 30 ഡിഗ്രിയിൽ. അപ്പൊ കോസ് 1/2 വരുന്നത് എവിടെയായിരിക്കും? 60 ഡിഗ്രിയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താണ് അത് കിടക്കുന്നത്. പല പ്രാവശ്യം പല ക്വസ്റ്റ്യൻ ഞാനിപ്പോ പറഞ്ഞു. കോസ് 1/2, സൈൻ 1/2 വരുന്നത് 30 ഡിഗ്രിയിലും കോസ് 1/2 വരുന്നത് 60 ഡിഗ്രിയിലാണ്. അപ്പൊ കോസ് 1/2 വരുന്നത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ്? π/3. അതാണ് 60 ഡിഗ്രി. ഇവിടെ കണ്ടോ, കോസ്, സീക്ക്, കോട്ട്, ഈ 3 പേർക്കും മൈനസ് വന്ന് എന്ത് ചെയ്യണം? നമ്മൾ π മൈനസ് കൊടുക്കണം. π മൈനസ് ഏതാണ് ആംഗിൾ? 60 ഡിഗ്രി അല്ലേ. അപ്പൊ 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ π/3. ശരിയല്ലേ? അപ്പൊ ഇതെന്ത് വരും? 2π/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഫ്രാക്ഷൻ സബ്ട്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2π/3 കിട്ടും. അപ്പോൾ ക്ലിയർ ആണല്ലോ അല്ലെ. 60 ഡിഗ്രിയിലാണ് കോസിന് 1/2 വാല്യൂ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ π മൈനസ് 60 ഡിഗ്രി π/3 എന്ന് കൊടുത്തത്. 2π/3 കിട്ടി. ആൻഡ് ഇത് എന്ത് വരുമെന്ന് നോക്കാം. അപ്പോൾ ടാൻ ഇൻവേഴ്സ് √3. ടാൻ ഇൻവേഴ്സ് √3 എന്താണ്? π/3. ഇനി മൈനസ് 2π/3 കേട്ടോ. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. ഈ നടുക്കൊരു മൈനസ് ഉണ്ട്. ആ മൈനസ് ഇട്ടിട്ട് വേണം നമ്മൾ 2π/3 കൊടുക്കാനായിട്ട്. ഇവിടെ നോക്കിയേ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ചെയ്യുമ്പോൾ എന്താ കിട്ടും? -π/3 എന്നാണ് ആൻസർ വരുന്നത്. സോ ആൻസർ ഈസ് ബി. എഗെയിൻ നമുക്ക് ബി തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. -π/3 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് എക്സസൈസ് മാത്രമായിരുന്നു ഇത്. സെക്കൻഡ് എക്സസൈസിന്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. താങ്ക് യു.